വായിക്കാനൊന്നുമില്ല. കട്ടിലിൽ കിടന്ന് കൈയെത്തിച്ചാൽ കിട്ടാവുന്ന അകലത്തിൽ വച്ച റേക്കിൽ അടുക്കില്ലാതെ കൂടിക്കിടക്കുന്നുണ്ട് പുസ്തകങ്ങൾ. എല്ലാം പലപ്പോഴായി വായിച്ചു തീർത്തവയാണ്. അവസാനം കയ്യിൽ കിട്ടിയത് അലസമായി മറിച്ചു നോക്കി. സുഭഗമായ ശരീരം വിറ്റ് കിരീടം വരെ വിലയ്ക്ക് വാങ്ങിയ ഒരു സുന്ദരിയുടെ കഥയാണ്. 4-5 പേജ് വായിച്ചു. മടുപ്പ് തോന്നി. പുസ്തകം മെത്തയിലിട്ട് കണ്ണടച്ചു കിടന്നു. അടച്ചിട്ട ചില്ലുജാലകത്തിൻ്റെ നേർത്ത വിടവുകളിലൂടെ തണുപ്പ് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലർന്ന് താളമുണ്ടാവുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. ശബ്ദമില്ലാത്ത ഒരവസ്ഥയിലല്ല എന്ന സത്യം അവൾ ഓർമ്മിച്ചു. അല്ലെങ്കിൽ നോക്കൂ, ഇപ്പോൾ എങ്ങും നിശബ്ദമാണെന്ന് പറയാം. നിശബ്ദത ഒരു സംഗീതമാണ്. മുകളിലെ ഒരു പഴയ തട്ട് ഉറകുത്തി എന്തെല്ലാമോ പൊടിഞ്ഞു വീഴുന്നു. അതിൻ്റെ കിരികിരിപ്പ്. അകലത്തെവിടെയോ ഉണങ്ങിയ ചുള്ളിക്കൊമ്പുകൾ ഒടിയുന്നു. ചീവീടുകളുടെ ദൂരെ നിന്നുള്ള ശബ്ദം. തുലാവർഷത്തിൽ കുതിർന്ന രാത്രിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കവുങ്ങിൻ തോപ്പുകളിൽ നിന്നല്ലേ ചീവീടുകളുടെ ശബ്ദം കേൾക്കുക? കുമയൂൺ മലകളിൽ പകൽ വെളിച്ചമുള്ളപ്പോൾ കരയുക. 9 വർഷം ജന്തുശാസ്ത്രം പഠിപ്പിച്ച തനിക്ക് ചീവീടുകളുടെ ഹാബിറ്റും അറിഞ്ഞുകൂടാ. കുമയൂൺ കുന്നുകളിൽ പകൽ വെളിച്ചത്തിൽ നിശബ്ദതയിൽ ചീവീടുകൾ കരയുന്നു. ഫൈലം ആർത്രോപോഡയാണ്. ക്ലാസ്. ഈശ്വര, എന്തെല്ലാം വിഡിത്തമാണ് തോന്നുന്നത്. നിശബ്ദതയുടെ സംഗീതം പുറത്തെ മൂടൽമഞ്ഞ് മുറിക്കകത്തേക്ക് കടന്നു വന്ന് മുക്കിക്കളയുന്നു. വാതിൽക്കൽ മുട്ടുകേട്ടാണ് കണ്ണു തുറന്നത്. എത്ര നേരമാണ് മയങ്ങിക്കിടന്നത്? മുറിയിൽ മഞ്ഞ് കടന്നതല്ല, ഉറക്കത്തിൻ്റെ നനുത്ത മൂടുപടം ഊർന്നു വീഴുന്ന കണ്ണുകളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. വീണ്ടും മുട്ടുകേട്ടു. മിനുത്ത മരപ്പലകകൾ പാകിയ നിലത്ത് നല്ല തണുപ്പുണ്ട്. അമർ സിംഗ് ആയിരിക്കുമെന്ന് കരുതിയാണ് വാതിൽ തുറന്നത്. രശ്മി വാജ്പേയിയാണ്. ഇന്നലെയും ഇന്നു കാലത്തുമായി മറ്റു കുട്ടികൾ സ്ഥലം വിട്ടു കഴിഞ്ഞിരിക്കുന്നു. രശ്മി മാത്രം ബാക്കിയാണെന്ന കാര്യം അപ്പോഴാണ് ഓർത്തത്. ടീച്ചർജി, ഞാൻ പോകുന്നു. നല്ലത്. രശ്മിയുടെ കടുംപച്ച നിറത്തിലുള്ള ഉളൻ കോട്ട് തുറന്നിട്ടിരിക്കുന്നു. നെറ്റിയിൽ വലിയ കറുത്ത പൊട്ടും നുണക്കുഴികളുമുള്ള രശ്മി. കണ്ണുകൾ നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. കൈപ്പത്തിയുടെ വലിപ്പമുള്ള പൂക്കൾ നിറഞ്ഞ കമ്മീസാണ് ഇട്ടിരിക്കുന്നത്. പ്രായത്തേക്കാൾ കവിഞ്ഞ വളർച്ചയുണ്ട്. ആ ബോധത്തോടെയാവണം മഞ്ഞു പെയ്യുമ്പോഴും അവൾ കോട്ട് തുറന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ബസ്സുണ്ടോ? 43 പെൺകുട്ടികളുടെ ഉത്തരവാദിത്തം തനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, ഹൽദാനി വരെ. അവിടുന്ന്? രശ്മിയുടെ കണ്ണുകളിൽ എന്തോ ഒളിച്ചു കളിക്കുന്നുണ്ടെന്ന് വെറുതെ തോന്നിയതാണോ? അസാധാരണമായി കറുത്ത ഇമകൾ പിടയ്ക്കുന്നു. അവിടുന്ന് വേറൊരു ബസ്സുണ്ട് ടീച്ചർജി. കണക്ഷൻ ബസ്സുണ്ട്. പിതാജി ആളെ അയച്ചിട്ടുണ്ട്. ചോക്ലേറ്റിന് നിറമുള്ള അവളുടെ കവിളുകളിൽ ചോരത്തുടിപ്പ് മിന്നിമറഞ്ഞു. ശരി. പുറത്ത് വരാന്തയിൽ കടന്നു നിന്നപ്പോൾ പോർട്ടിക്കോവിലേക്ക് കടക്കുന്ന കമാനത്തിന് താഴെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടു. ചുമരിലെ കമ്പി വലയിട്ട് നോട്ടീസ് ബോർഡിൽ പതിച്ച കടലാസുകൾ എന്തോ വായിക്കുകയാണവൾ. ആരാണ് വന്നത് രശ്മി? വളരെ അലസമായ സ്വരത്തിൽ ചോദിച്ചു. ഒരു നിമിഷം താമസിച്ച് രശ്മിയുടെ ഉത്തരം, ജ്യേഷ്ഠൻ. ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നപ്പോൾ വിമല മുഖം കണ്ടു. വെള്ളാരം കണ്ണുകൾ. നിന്റെ ജ്യേഷ്ഠന് ഈ വെള്ളാരം കണ്ണുകൾ എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കാൻ തോന്നിയതാണ്. മുഖത്ത് നിഴലും വെളിച്ചവും കയറിയിറങ്ങി നിൽക്കുന്ന രശ്മി വാജ്പേയിയുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ ദീനമായ ഒരഭ്യർത്ഥനയുണ്ടായിരുന്നു. പൊയ്ക്കോളൂ. നമസ്തേ ടീച്ചർജി. നമസ്തേ. അവൾ വരാന്തയിലൂടെ 4 അടി നടന്ന് കുറേ കൂടി ആത്മവിശ്വാസത്തോടെ തിരിഞ്ഞു നിന്ന് മന്ദഹസിച്ചു. ടീച്ചർജി എന്നാണ് പോകുന്നത്? നാളെ. ഒട്ടും ആലോചിക്കാതെ മറുപടി പറയാം. വെക്കേഷൻ്റെ തുടക്കത്തിൽ അവരെല്ലാം ചോദിക്കാറുള്ളതാണ്. തിരിച്ചെത്തുമ്പോഴും ചോദിക്കും, ടീച്ചർജി എന്ന് വന്നു? ചിലപ്പോൾ ഒന്നും പറയില്ല. ആവർത്തിച്ച് ചോദിച്ചാൽ പറയും, ഇന്നലെ. ചൗക്കിദാർ അമർ സിംഗ് അത് കേട്ടിട്ടുണ്ട്. പ്രായത്തിൻ്റെ വരകളും കുറികളും വീണ ആ മുഖത്ത് ഒരു ചലനവും കാണില്ല. നാളെയുടെയും ഇന്നലെയുടെയും മധ്യത്തിൽ ഒഴിവുകാലം കടന്നു പോകുന്നു. വർഷങ്ങളിലെ വസന്തങ്ങൾ. വിമലാജി വെക്കേഷന് വീട്ടിൽ പോവാറില്ലെന്ന കാര്യം കുട്ടികളിൽ ആരെങ്കിലും അറിഞ്ഞു കാണും. പക്ഷേ ആരും അത് ചോദിച്ചില്ല ഇതുവരെ. ആശ്വാസം. കറുത്ത ട്രൗസറും ഷർട്ടുമിട്ട ഭോട്ടിയ ചെറുക്കൻ മുതുകത്ത് തോൽപ്പെട്ടി ചുമന്ന് പുറത്ത് കിടന്നു. അവൻ്റെ പിറകെ ഇളം മഞ്ഞ കലർന്ന നിറവും വെള്ളാരം കണ്ണുകളുമുള്ള ആ ചെറുപ്പക്കാരൻ. അയാളുടെ പിറകെ തല കുനിച്ചുകൊണ്ട് രശ്മി വാജ്പേയിയും. രശ്മി ഇന്ന് രാത്രി വീട്ടിലെത്തുമോ?
ത്രൂ ബസ് കാലത്ത് 7:30 മണിക്കേ ഉള്ളൂ. ഹൽദാനിയിലെ ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ കാര്യം ഓർമ്മ വന്നു. അവളുടെ കവിളുകളിലെ തുടുപ്പും കണ്ണുകളിൽ പുളയുന്ന പ്രകാശനാളങ്ങളും വരാൻ പോകുന്ന നിമിഷങ്ങളെ ഘോഷിക്കുന്നുണ്ട്. റെസിഡന്റ് ട്യൂട്ടറുടെ അധികാരം ഏറ്റെടുത്ത് വേണമെങ്കിൽ ഗിരിജാശങ്കർ വാജ്പേയിക്ക് കമ്പിയടിക്കാം. രശ്മി 3:30 ബസ്സിൽ ഹൽദാനിക്ക് പുറപ്പെട്ടിരിക്കുന്നു. ചുഴലിക്കാറ്റ് വീശുന്ന ഒരു കുടുംബവും വിളറി വിറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയും. ആ ചിത്രം മനസ്സിൽ ഇപ്പോഴേ കാണാം. വിമല അത് വേണ്ടെന്ന് വെച്ചു. കുന്നിറങ്ങിപ്പോകുന്ന ഒറ്റയടി പാതയിലൂടെ തവിട്ട് നിറത്തിലുള്ള ബൂട്ടിട്ട ചെറുപ്പക്കാരൻ്റെ കൂടെ ധൃതിയിൽ നടന്നു പോകുന്ന രശ്മിയെ അവൾ നോക്കി നിന്നു. ബർച്ചുമരങ്ങളുടെ സമൂഹത്തിന് പിറകിൽ അവളുടെ കോട്ടിൻ്റെ കടും പച്ചനിറം മറഞ്ഞപ്പോൾ വിമല അമർഷത്തോടെ സ്വയം പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചുവെന്ന് കരുതണ്ട കുട്ടി. 16-ാം വയസ്സിൽ അവൾ സ്ത്രീയായിരിക്കുന്നു. തിരികെ മുറിയിൽ കടന്നു വന്നു. മുറിയാകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. പെട്ടിപ്പുറത്തും സ്റ്റാൻഡിലും കൂടിക്കിടക്കുന്ന സാരികളൊക്കെ മടക്കി വെക്കണമെന്ന് കാലത്ത് കരുതിയതാണ്. ഉറകുത്തിയ തട്ടിൽ നിന്നും രാവും പകലും കൊഴിഞ്ഞു വീഴുന്ന വെള്ളത്തരികൾ നിലത്തും മേശപ്പുറത്തും പരന്നു കിടക്കുന്നു. മൂലയിൽ സ്റ്റാൻഡിൽ വെച്ച കടലാസ് പൂക്കൾ നിറം മങ്ങി വികൃതമായിരിക്കുന്നു. സൂര്യൻ്റെ ചിത്രമുള്ള ബാറ്ററി കമ്പനിക്കാരുടെ കലണ്ടർ ഇപ്പോഴും ജനുവരി മാസത്തെ കുറിക്കുന്നു. ഇന്ന് തീയതി എത്രയാണ്? ഏപ്രിൽ 11. പുതിയ വർഷം ചലനമില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്നു. അടഞ്ഞുകിടക്കുന്ന ജാലകം തുറന്നിട്ടു. തണുത്ത വായു ആവേശത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷം മുറിയിൽ കുറ്റബോധത്തോടെ പരിങ്ങി നിന്നു. കുന്നിൻ ചെരുവിൽ ബോർഡിംഗ് ഹൗസിൻ്റെ അതിർത്തിക്കപ്പുറത്തെ കോട്ടേജിൻ്റെ പരിസരത്ത് ഒരു നേപ്പാളി ചെറുക്കൻ ജോലി ചെയ്യുന്നുണ്ട്. സീസണിൽ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി അൽമോറക്കാരൻ ഒരു കോൺട്രാക്ടർ പണി ചെയ്ത വീടുകളിലൊന്നാണിത്. ഉടമസ്ഥൻ മരിക്കുന്നതുവരെ ചന്ദ്രകാന്ത എന്നായിരുന്നു അത്ര പേര്. ചെറുപ്പക്കാരനായ മകൻ അധികാരമേറ്റെടുത്തപ്പോൾ എല്ലാ കോട്ടേജുകളുടെയും പേര് മാറ്റി. താൻ ഈ ബോർഡിംഗ് ഹൗസിലെത്തിയ വർഷത്തിൽ ചന്ദ്രകാന്ത ഗോൾഡൻ ന്യൂക്കായി മാറി. ആകാശം നരച്ചു വിളറിക്കിടക്കുകയാണ്. നേർത്ത മഞ്ഞിൻ പടലങ്ങൾ അകലത്തെ പൈൻ മരക്കാടുകൾക്കിടയിൽ ഊളിയിട്ട് കളിക്കുന്നു. മരക്കൂട്ടങ്ങളും ആപ്പിൾത്തോട്ടങ്ങളും കടന്നാൽ കാണുന്ന കുന്നുകൾ വെട്ടിത്തെളിയിച്ച് നഗ്നമാക്കിയിരിക്കുന്നു. ഡിസംബർ മാസത്തിൽ ഉച്ചനേരത്ത് നിത്യവും ഈ ജാലകം തുറന്നിട്ട് കുറച്ചിട നോക്കി നിൽക്കാറുണ്ട്. നോക്കെത്തുന്നയിടം മുഴുവൻ കുഴമഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാം. ദിവസങ്ങൾ പച്ചയുടെയും വെളുപ്പിൻ്റെയും ലോകത്തിൽ നിത്യവും മാറ്റങ്ങൾ വരുത്തുന്നു. അവസാനം അങ്ങിങ്ങായി വെണ്മയുടെ വീണ് കിടക്കുന്ന മേഘക്കീറുകൾ, ഉരുകിത്തീരാത്ത ശിശിരത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ബാക്കി നിൽക്കുന്നു. മലനിരകൾ, മാസങ്ങൾക്ക് ശേഷം ഇളം ചൂടേൽക്കുന്ന ചൈത്രത്തിൻ്റെ മധ്യാഹ്നങ്ങൾ, വെയിൽ തെളിയുമ്പോൾ കുന്നിൻ ചെരുവുകളിൽ മഞ്ഞു തൂകിയ വെള്ളിയൊഴുക്കുകൾ കാണാവുന്നു. ഇന്നലെയുടെ കർണീർ ചോലകൾ. അവൾ നോക്കി നിൽക്കെ നരച്ച ആകാശം തെളിഞ്ഞു. പതുക്കെ പതുക്കെ മലയോരത്തിൽ ഇളവയിൽ പരക്കുന്നു. താഴ്വരയിലെ നടപ്പാതയുടെ വളവിലെ കൂറ്റൻ ബർച്ചുമരത്തിൻ്റെ നനവുള്ള ഇലച്ചാർത്തുകൾ തിളങ്ങുന്നു. മഞ്ഞും മേഘവും കലർന്നു കിടന്ന വിദൂരതയിൽ കൊടുമുടികളുടെ നരച്ച ശിരസ്സുകൾ തെളിയുന്നു. ബോർഡിംഗ് ഹൗസിലെ 23 മുറികളിൽ ഈ ഒന്നിനെ ഈ അനുഗ്രഹമുള്ളൂ. ഉച്ചയ്ക്ക് വെയിൽ തെളിയുമ്പോൾ ജാലകത്തിലൂടെ ഹിമശൃംഗങ്ങൾ തെളിഞ്ഞു വരുന്നത് കാണാം. മിസ് പുഷ്പ സർക്കാരിൻ്റെ സുപ്രസിദ്ധമായ മുറി, 3 കൊല്ലം അവൾ താമസിച്ച മുറി. രാജിക്കത്തെഴുതി ഓഫീസിൽ കൊടുത്ത് ഇറങ്ങിപ്പോകുന്ന നിമിഷത്തിലാണ് അവളെ കണ്ടത്. വരാന്തയിൽ വെച്ച് ആരോ പരിചയപ്പെടുത്തി. ബോർഡിംഗ് ഹൗസിൽ രാത്രിയുടെ ഏകാന്തതയിൽ തൻ്റെ മുറിയിൽ ഒരു ചെറുപ്പക്കാരനെ സ്വീകരിക്കാൻ തയ്യാറായ പുഷ്പ സർക്കാർ എന്ന ഭയങ്കരിയെപ്പറ്റിയായിരുന്നു സ്കൂൾ ജോലിക്ക് ചേർന്ന ദിവസം മുതൽ എവിടെയും കേട്ടിരുന്നത്. കവളെന്തു എല്ലുകൾ ഉന്തി നിൽക്കുന്ന ഈ ശോഷിച്ച ചെറുപ്പക്കാരിയെപ്പറ്റിയാണോ ഇവർ പറഞ്ഞിരുന്നത്? കണ്ടപ്പോൾ അതാണ് ആദ്യം തോന്നിയത്. തന്നെ നിർബന്ധിച്ച് രാജിവെപ്പിച്ച് പുറത്താക്കിയപ്പോൾ വന്ന ഒഴിവിൽ കയറിപ്പറ്റാൻ വന്നവളോട് എങ്ങനെ പെരുമാറും ഈ അപകടകാരി? ഭയമുണ്ടായിരുന്നു. എൻ്റെ മുറി തന്നെ എടുത്തോളൂ, അതാണ് ഏറ്റവും നല്ല റൂം. ഒരു കൂസലില്ലാതെയാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് 2 അടി നടന്ന ശേഷം തിരിഞ്ഞു നിന്നു. ഇക്കാര്യത്തിൽ എൻ്റെ ഉപദേശം സ്വീകരിക്കാം, തെറ്റുപറ്റില്ല. 9 വർഷങ്ങൾക്ക് മുമ്പാണത്. ഈശ്വര, 9 വർഷങ്ങൾ! പുഷ്പ സർക്കാർ എവിടെയാണിപ്പോൾ? ഇസത്ത് നഗരക്കാരിയായ ഹോം സയൻസ് ടീച്ചർ ഇടയ്ക്കിടെ പുഷ്പ സർക്കാരിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരുന്നു. 3 വിവാഹങ്ങൾ, കോടതി കേസുകൾ, ഒളിച്ചോട്ടം. അവസാനം കിട്ടിയ വാർത്ത ഒരു മതം മാറ്റത്തിൻ്റെതായിരുന്നു. പുഷ്പ സർക്കാരിന് മുമ്പ് വിമല കണ്ടിട്ടില്ലാത്ത 50കാരിയായ മിസ് ഭട്ട്. അതിനു മുമ്പ് മലയോരങ്ങൾ മഞ്ഞു വീണു മങ്ങുകയും തെളിയുകയും ചെയ്യുന്നതിനിടയ്ക്ക് ജാലകപ്പഴുതിൽ ചിലപ്പോൾ മുഖങ്ങൾ മാറുന്നു.
പുറത്ത് തെളിവുള്ള ഒരു സായാഹ്നം രൂപം കൊള്ളുകയാണ്. മാസങ്ങൾക്കു ശേഷം ഒന്ന് പുറത്തിറങ്ങാം. ജാലകമടച്ച് കൊളുത്തിട്ടു. സ്റ്റാൻഡിൽ വാരി വലിച്ചിട്ട സാരികളുടെ കൂട്ടത്തിൽ നിന്ന് ഇളം മഞ്ഞയിൽ തിളങ്ങുന്ന ചുവന്ന ഇലകൾ വിതറിയ സാരി തിരഞ്ഞെടുത്തു. ചുവന്ന ജാക്കറ്റിൻ്റെ കയ്യിലെ കസവ് നിറം മങ്ങിയിട്ടുണ്ട്. സാരമില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിന്നപ്പോൾ പതിവ് പോലെ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. ക്ഷീണത്തിന് ഭേദമുണ്ട്. മുഖത്തെ വിളർച്ച കുറഞ്ഞിരിക്കുന്നു. വെളിച്ചം വേണ്ടത്ര വീഴാത്ത കോണിലാണ് കണ്ണാടി ഉറപ്പിച്ചിരിക്കുന്നത്. മുടിക്കെട്ടിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന നരച്ച ഇഴകൾ അതിൽ തെളിഞ്ഞു കാണുന്നില്ല. പകൽ വെളിച്ചം തെളിഞ്ഞു വീഴുന്നിടത്ത് നിന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നെഞ്ചിടിപ്പോടെയാണ്. മഞ്ഞുമൂടി കിടക്കാറുള്ള ഈ മലയോരങ്ങളിൽ സമതലത്തിൽ നിന്ന് വരുന്ന മദ്രാസികൾ വേഗം നരയ്ക്കുമെന്ന് അടുക്കളക്കാരി തള്ള പറഞ്ഞത് തന്നെ സമാധാനിപ്പിക്കാനാണോ? മുഖം എണ്ണമയമില്ലാതെ വരണ്ടിരിക്കുന്നു. കുറച്ച് പൗഡർ ഇട്ടു. വാസലിൻ പുരട്ടി. കറുപ്പ് കയറിയ ചുണ്ടുകൾക്ക് ഇപ്പോൾ ചോര കക്കിയ നിറമാണ്. ഹാങ്ങറിൽ കൊളുത്തിയിട്ട നീലക്കോട്ടെടുത്ത് പുറത്തു കടന്ന് വാതിൽ പൂട്ടി. പോർട്ടിക്കോവിന് പുറത്തെ പടവുകളിലൊന്നിലിരുന്ന് അമർ സിംഗ് ഹുക്ക വലിക്കുകയാണ്. കാലിൽ ചെരുപ്പില്ല. കാക്കിക്കാലുറയും മുഷിഞ്ഞ അഴുക്കിൻ്റെ നിറമാർന്ന മുട്ടോളം എത്തുന്ന ഷർട്ടും ധാരാളം തുളകൾ വീണ സ്വെറ്റർ തുറന്നിട്ടിരിക്കുന്നു. അമർ സിംഗ്, ഞാൻ പുറത്തു പോകുന്നു ജി. അയാൾ മൂക്കിലൂടെയും വായിലൂടെയും പുക വിട്ടുകൊണ്ട് നരച്ച കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കി. ഒന്ന് നടന്നു വരാം ജി. അവൾ ഒതുക്കിറങ്ങി നടന്നു. ഗോൾഡൻ ന്യൂക്കിൻ്റെ പടി കടന്നാൽ കുന്നിൻ ചെരുവിലൂടെ വളഞ്ഞു പുറത്തിറങ്ങുന്ന നടപ്പാത ആരംഭിക്കുന്നു. കുതിരസവാരിക്കാർക്ക് വേണ്ടി കരിങ്കല്ല് പതിച്ച് നിർമ്മിച്ച വഴി മുറിച്ചു കടന്നാൽ നടപ്പാത പിന്നെയും ഉയരത്തിലേക്ക് കയറുന്നു. കൊല്ലത്തിലൊരിക്കൽ പഹാടികൾ രാമലീല നടത്താറുള്ള വെളിസ്ഥലത്തിന് മുകളിൽ വഴി അർദ്ധവൃത്തം നിർമ്മിക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ രസമാണ്. മലനിരകളുടെ മധ്യത്തിൽ വീണ് കിടക്കുന്ന തടാകം. രണ്ടറ്റത്തായി നഗരത്തിൻ്റെ ചുവന്ന മേൽക്കൂരകൾ. തടാകത്തെ രണ്ടിഴയായി ചുറ്റിപ്പോകുന്ന നിരത്ത്. മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ തടാകത്തിൻ്റെ മറുകരയിലെ കൂറ്റൻ പരസ്യപ്പലകകൾ കാണാം. തടാകത്തിനും നഗരത്തിനും മുകളിലെ ഏപ്രിൽ മാസത്തിലെ ഇളം മഞ്ഞ് പണ്ടെപ്പോഴോ പകലുറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം പോലെ പാറി നടക്കുന്നു.